ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച മലയാളി സൈനികൻ നിരഞ്ജന്റെ മൃതദേഹം ബംഗളൂരുവിലെ വീട്ടിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. മൃതദേഹം നേരത്തെ BEL ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വെച്ചു. ബാംഗ്ലൂരിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി കുഞ്ഞപ്പൻ ചേരുന്നു. കുഞ്ഞപ്പൻ, മൃതദേഹം ഇങ്ങോട്ടേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടോ കേരളത്തിലേക്ക്? ഏതാണ്ട് 2:30 മണിയോടുകൂടി തന്നെ ജാലഹള്ളി എയർപോർട്ട് സ്റ്റേഷനിൽ നിന്ന് എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് ഇന്നലെ രാത്രി 12:30 മണിക്കാണ് ലഫ്റ്റനന്റ് കേണൽ നിരൻ കുമാറിന്റെ മൃതശരീരം വിമാനമാർഗം ബാംഗ്ലൂരിലെ HAL എയർപോർട്ടിലെത്തിയത്. അദ്ദേഹത്തിന്റെ രക്ഷിതാക്കൾ, അച്ഛനടക്കം എയർപോർട്ടിൽ നിന്നും ഏറ്റുവാങ്ങിയ മൃതശരീരം ബാംഗ്ലൂരിലെ കമാൻഡ് ഹോസ്പിറ്റലിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഭാരത് ഇലക്ട്രോണിക്സ് കമ്പനിക്ക് അടുത്തുള്ള ദൊഡ്ഡബൊമ്മസാന്ദ്രയിലുള്ള അവരുടെ വീട്ടിൽ എത്തി ചടങ്ങുകൾക്ക് ശേഷം രാവിലെ 9:30 മണിക്ക് നിരഞ്ജൻ പഠിച്ച BEL സ്കൂൾ ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയായിരുന്നു 1:30 മണി വരെ. BEL-നോട് ബന്ധപ്പെട്ട എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും നിരഞ്ജനോടുള്ള ആദരസൂചകമായി അവധി പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ ഈ ദൊഡ്ഡബൊമ്മസാന്ദ്ര അവർ കഴിഞ്ഞ 40 വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ദൊഡ്ഡബൊമ്മസാന്ദ്ര, വിദ്യാരണ്യപുര ഈ ഏരിയകളിലെ കടകളെല്ലാം നിരഞ്ജനോടുള്ള ആദരസൂചകമായി കടയടച്ച് ഹർത്താൽ ആചരിച്ചിരുന്നു. കൂടാതെ പല തുറകളിൽ നിന്നുള്ള ജനങ്ങൾ, പ്രത്യേകിച്ച് BEL വർക്കേഴ്സ്, അദ്ദേഹത്തിന്റെ അച്ഛൻ ശിവരാമൻ ഡെപ്യൂട്ടി മാനേജരായിട്ടാണ് അദ്ദേഹം അവിടെ നിന്നും റിട്ടയർ ചെയ്തത്. ഈ BEL ഫാക്ടറിക്ക് അടുത്ത് തന്നെയാണ് ഈ ദൊഡ്ഡബൊമ്മസാന്ദ്ര എന്ന് പറയുന്ന സ്ഥലം. ഇതിന് പരിസര പ്രദേശങ്ങളായിട്ടുള്ള മത്തിക്കര, യശന്തപുരം, അതേമാതിരി തന്നെ വിദ്യാരണ്യപുര, ദൊഡ്ഡബൊമ്മസാന്ദ്ര ഈ 4 പ്രദേശങ്ങളിലും BEL ജോലിക്കാരെ കൂടാതെ മലയാളികൾ, കച്ചവടക്കാരും ബേക്കറി തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. രാവിലെ 9:30 മണി മുതൽ തന്നെ നിരഞ്ജനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ജനങ്ങൾ ക്യൂവിലായിരുന്നു. പല തുറകളിലും, പ്രത്യേകിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, കേന്ദ്ര മന്ത്രിമാരായ അനന്ത്കുമാർ, അതേമാതിരി തന്നെ പഴയ മുഖ്യമന്ത്രി വീരപ്പ മൊയ്ലി, ഇവരെല്ലാവരും തന്നെ രാവിലെ തന്നെ എത്തി അദ്ദേഹത്തിന് അന്ത്യ പുഷ്പാഞ്ജലി അർപ്പിച്ചു. കൂടാതെ ഈ BEL ഭാഗത്തിനോടനുബന്ധിച്ചുള്ള മലയാളി സംഘടനകൾ, പ്രത്യേകിച്ച് ബെൽ മലയാളി അസോസിയേഷൻ, വിദ്യാരണ്യപുര കേരള സമാജം, BEL ഫൈൻ ആർട്സ്, ബാംഗ്ലൂർ കേരള സമാജം, കൈരളി നികേതൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, കാരുണ്യ ബാംഗ്ലൂരു, ദൂരവാണിനഗർ കേരള സമാജം, കൈരളി കലാസമിതി, ശാസ്ത്ര സാഹിത്യവേദി, ഇതിലെ പ്രവർത്തകർ എല്ലാവരും തന്നെ അദ്ദേഹത്തിന് അന്ത്യ ആഞ്ജലികൾ അർപ്പിക്കാൻ വന്നിരുന്നു. കൂടാതെ കർണാടക ഗവൺമെന്റ് 30 ലക്ഷം രൂപ മരണാനന്തര സഹായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏതാണ്ട് 1:15 തന്നെ മൃതശരീരം എല്ലാവിധ ബഹുമതികളോടെ, മിലിറ്ററി ബഹുമതികളോടെ പ്രത്യേകിച്ച് സജ്ജമാക്കിയ വാനിൽ കയറ്റുകയും അവിടെ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ ആണ് ഈ BEL സ്കൂളിൽ നിന്ന് ഈ ജാലഹള്ളി എയർഫോഴ്സ് സ്റ്റേഷനിലേക്കുള്ള ദൂരം. അവിടെ വരേക്കും മൗന ജാഥയായി പോയതിനു ശേഷം അവിടെ നിന്ന് 2:30 മണിക്ക് മൃതശരീരം ഹെലികോപ്റ്ററിൽ കയറ്റി പാലക്കാട്ടേക്ക് എത്തിക്കാനുള്ള സംവിധാനമാണ് ചെയ്തിട്ടുള്ളത്. 14 പേർക്ക് ഇരിക്കാവുന്ന ഹെലികോപ്റ്ററാണ്. അതിൽ 11 പേരും കുടുംബാംഗങ്ങളാണ്. കൂടാതെ 2 ഇനോവ കാറും അവരെ അനുഗമിച്ചിട്ടുണ്ട്. ഏതാണ്ട് 6 മണിയോടുകൂടെ അദ്ദേഹത്തിന്റെ ജന്മനാടായ വീട്ടിലെത്തുമെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ.